പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയിലും ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂത്, ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കുക. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്, കൂട്ടായ്മകൾക്ക് പോകുന്നുണ്ട്, ദൈവം അയക്കുന്നിടത്തെല്ലാം പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ടും ഇനിയും ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കണമോ? ദൈവം എന്നോട് പറഞ്ഞു, അതല്ല, നീ എന്നെ സന്തോഷിപ്പിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴും നിനക്ക് എന്നോടൊത്ത് നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ നീ എങ്ങനെ എന്നെ പ്രസാദിപ്പിക്കുന്നു? പ്രിയമുള്ളവരെ, അതെനിക്ക് കിട്ടിയ വലിയൊരു തിരിച്ചറിവാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പാ, എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം അങ്ങേ പ്രസാദിപ്പിക്കണം. എന്തുവാ പ്രിയരെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. നാം ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് ദൈവത്തെ നാം പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: പ്രിയ മക്കള് എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചിട്ട് ദൈവത്തിന്റെ സൗരഭ്യവാസനയായതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ വഴിപാടും യാഗവുമായി ക്രിസ്തു അർപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും ആ സ്നേഹത്തിൽ നടക്കുവീൻ എന്ന് പൗലോസ് എഫെസോസ് സഭയോട് പറയുന്നു. ക്രിസ്തു ദൈവത്തിന് സൗരഭ്യവാസനയായി എന്ന് വച്ചാൽ ക്രിസ്തു ദൈവത്തിനെ പ്രസാദിപ്പിച്ചു. എന്താണ് ദൈവത്തോടുള്ള പ്രസാദം? എങ്ങനെയാണ് നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്? എങ്ങനെയാണെന്നറിയാമോ? നാം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കോരിന്തു ലേഖനത്തിൽ കോരിന്തു സഭയോട് പറയുകയാണ്, ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കണ്ടോ, എവിടെ ഇരുന്നാലും എങ്ങനെ നടന്നാലും ഏത് റൂട്ടിൽ പോയാലും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. അതാണ് എൻ്റെ തീരുമാനമെന്ന് പൗലോസ് വിളിച്ചു പറയുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എല്ലാ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്താലും, നിങ്ങൾ മീറ്റിങ്ങുകളിൽ സ്റ്റേജുകളുടെ എണ്ണം കൂടിയാലും, നിങ്ങൾ ഒരു വർഷം നിങ്ങൾക്ക് 5-6 പാസ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചാലും, എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിന്റെ പേജുകളെല്ലാം വിസകൾ അടിച്ചിട്ട് പാസ്പോർട്ടുകൾ മാറ്റി മാറ്റി വെച്ച് ഒരു വർഷം ഒന്നിലധികം 5-6 പാസ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചാലും, നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. മീറ്റിംഗ് അല്ല ദൈവത്തിന്റെ പ്രസാദം. മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതല്ല ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നത്. എനിക്കറിയാം, എത്രയോ പ്രവാചകന്മാർ പ്രവചിക്കുമ്പോഴും പ്രവചനത്തിന്റെ ഹാങ് ഓവർ കഴിയുമ്പോൾ അവരുടെ നാവിന്റെ തുമ്പിൽ പ്രവചനമല്ല വരുന്നത്, അവർ കള്ളങ്ങൾ പറയാറുണ്ട്. ഭോഷ്ക് പറയുന്ന പ്രവാചകന്മാരെ എനിക്കറിയാം, ഭോഷ്കിലൂടെ നടക്കുന്ന ശുശ്രൂഷകന്മാരെ എനിക്കറിയാം, വിശ്വാസികളെ എനിക്കറിയാം, കണ്ണെ നോക്കി കള്ളം പറയുന്നവരെ അറിയാം. അവരൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ഞാൻ അവരെ നോക്കി വിളിച്ചു പറയുന്നത്, അവർ ദൈവത്തിന്റെ വരങ്ങളിൽ മാത്രം ജീവിക്കുന്നവരാണ്. അവരുടെ അവസാനം എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. 70 പേർ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ദൈവം തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ
മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. അത് റിപ്പോർട്ടാണ്. യേശു കണ്ട കാര്യമാണ്, യേശു അറിഞ്ഞ കാര്യമാണ്. അവിടെ വിടുതൽ നടക്കുമ്പോൾ യേശു അത് കണ്ടു. ഊഹാപോഹമല്ല, സത്യമാണ്. ശുശ്രൂഷയുടെ റിസൾട്ട് കണ്ടു. അപ്പോൾ യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങൂ എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ യേശു ആത്മാവിൽ നിറഞ്ഞ് ആനന്ദപൂർവ്വ സ്വർഗത്തിലേക്ക് നോക്കി പാടി, സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നറിയാമോ? നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയ 70 പേര് എഴുന്നേറ്റല്ലോ എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കാണാൻ കൊതിച്ചതിനെ പൂർവപിതാക്കന്മാർ ഒരുപാട് പേര് കാണാൻ കൊതിച്ചു, അവരാരും കണ്ടില്ല, നിങ്ങൾ അതിനെ കണ്ടു. ഭൂതങ്ങൾ പുറത്തു പോകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമം പറയുമ്പോൾ രാജ്യങ്ങൾ വിറയ്ക്കട്ടെ, ഒരുപാട് പേർ രക്ഷിക്കപ്പെടട്ടെ, നല്ല കാര്യമാ, നമ്മളത് ചെയ്യണം. പക്ഷേ അതിനെ താങ്ങി നിർത്തുന്ന ദൈവിക വിശുദ്ധിയുടെ ആ ജീവിതം, അവന്റെ സ്വഭാവത്തിന്റെ അനുരൂപരായി മാറുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചേ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഞാൻ ഈ ദൈവവചനം ആഹ്വാനം ചെയ്യുന്ന ജീവിതം കാണാതിരിക്കുമ്പോൾ മാനസികമായി നമുക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്ത് പറയുന്നു, എല്ലാ മിനിസ്ട്രികളും നിൽക്കുന്നത് ദൈവത്തിന്റെ ലൈഫിലാണ്, അവന്റെ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അവന്റെ സ്വഭാവത്തിന് അനുരൂപരായി മാറാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു എന്ന് വരികിൽ നിങ്ങളുടെ മേൽ ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചതാകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ ശുശ്രൂഷകളും, പ്രാർത്ഥന കാണും, അന്യഭാഷ കാണും, വചനം എല്ലാവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാതിരിക്കാം, ശരിയാ. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ ജഡസ്വഭാവമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന് അത് പ്രസാദം ഉള്ളതല്ല. ഗലാത്യലേഖനം പറയുന്നു, നിങ്ങൾ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ? അല്ല, ഇപ്പോഴും നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദൈവപ്രസാദം ലഭിക്കുവാൻ ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നടന്നതുപോലെ, അത് ഗ്രഹിച്ചതുപോലെ നിങ്ങളും ദൈവത്തിന്റെ കൂടെ നടക്കുവീൻ എന്ന് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രിയരെ, നമുക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ പ്രിയരെ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ജീവിക്കാൻ പ്രിയരെ. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നടക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. അതുകൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കാതെ, ക്രിസ്തുയേശുവിനെ വേദനിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ നൊമ്പരപ്പെടുത്താതെ നമുക്ക് കർത്താവിന്റെ സ്വഭാവത്തിൽ നടക്കാം. നമുക്ക് ഫിലിപ്പിയാകലെന്ന് പറയുന്നു, നമുക്ക് സന്തോഷിക്കാം, അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാം. നേരം പുലരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്നത്തെ ദിവസം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ദിവസമാകണം. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നടന്നുപോയ ആ നടപ്പുകൾ, ആ ജീവിതം നിങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് നോക്കണം. എവിടെയൊക്കെ നിങ്ങൾ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളില്ലായിരിക്കും, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ നടപ്പ് കണ്ട് അവർ ദൈവത്തെ ദുഃഖിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവകൃപയിൽ നടത്തേണ്ടതിന്, നിങ്ങൾ ദൈവപ്രസാദം ലഭിക്കേണ്ടതിന് നിങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.